ഇപ്പോൾ വൈകുന്നേരം ഒരു 7, 7:30 ആയ സമയത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ കുഞ്ഞാക്ക പറഞ്ഞു നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും മക്കളും റെഡി ആയിട്ടോ. റെഡിയായിന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡ്രസ്സ് അങ്ങ് മാറ്റി അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നൈറ്റിൽ വേറെ എവിടെ ഇറങ്ങുന്നില്ല, ചുമ്മാ ഒന്ന് ഡ്രൈവാക്കി വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പെട്രോൾ പമ്പ് കയറിയിട്ട് എണ്ണയൊക്കെ അടിച്ചിട്ട് നമ്മളിതാ പോകുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല പാട്ട് കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു ഇസുവിൻ്റെ. കുറേ നാളായിട്ടോ നമ്മൾ നൈറ്റിൽ ഇങ്ങനെ ഡ്രൈവിന് പോയിട്ട്. അപ്പോൾ ഇതാ നോക്കുമ്പോൾ വൈത്തിരിയൊക്കെ എത്തിയ സമയത്ത് ക്രെയിനിൽ ഫുഡ് കഴിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. ടോപ്പിൽ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടത് നമ്മുടെ ചുരത്തിലെ വ്യൂ കാണാനാണ് കേട്ടോ. നമ്മുടെ വയനാടിൻ്റെ ഭംഗി കാണണമെങ്കിൽ നൈറ്റിൽ വന്നിട്ട് ഈ ഒരു വ്യൂ കാണണം കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്ന് തിരിച്ചു വരുമ്പോൾ എന്ന വഴിയാണ് കേട്ടോ ദാ ഈ ഒരാളെ കണ്ടത്. ആരാന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മുടെ ചുരം കണ്ടുപിടിച്ച ആൾ തന്നെയാണ് കേട്ടോ കരിന്തണ്ടൻ. ഈ ഒരു പ്രതിമ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മുടെ വയനാട്ടിലെ പ്രശസ്തമായ ചെങ്ങലമരം കൂടി കണ്ടു. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചുണ്ടയിലെത്തിയിട്ട് എവിടെന്നെങ്കിലും ഒന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ നിർത്തി. ഇവിടുത്തെ കടിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് കടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മസാല ബോണ്ടയാണ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ 2 ചായയും വാങ്ങിച്ചു. എൻ്റെ കയ്യിലിപ്പോൾ 2 ടൈപ്പ് ചായ ഇരിക്കുന്നുണ്ട് കേട്ടോ. സാദാ ചായയും അതുപോലെ പൊടിച്ചായയും. ഒരു വട്ടം കുഞ്ഞാക്കാൻ്റെ ഒപ്പം പോയപ്പോൾ ആൾ പൊടിച്ചായ ഓർഡർ ആക്കി കേട്ടോ. പിന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായത്. നമ്മളെപ്പോഴും സാദാ ചായയാണ് കുടിക്കാറുള്ളത്. ഇപ്പം ഞാൻ എപ്പോൾ പോയാലും മാറ്റി പൊടിച്ചായ തന്നെയാണ് കേട്ടോ കുടിക്കാറുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ ഡ്രൈവൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. ബൈ.